നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു. ഈ മാസം 11-ാം തീയതി അമിത്ഷാ എത്തുന്നതിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദിയും കേരളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ നരേന്ദ്രമോദി ഒരുപക്ഷെ ശബരിമല സന്ദർശനം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ്. ഈ ഘട്ടത്തിൽ അമിത്ഷായും മോദിയും ഇഡിയും ഒക്കെ ഒരേ സമയം തന്നെ ശബരിമലയിലേക്ക് കയറുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കേസെടുത്ത് അന്വേഷണം തുടങ്ങാൻ കൊച്ചി വിഭാഗത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇഡി പ്രാഥമിക വിവരം റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള പുതിയ തലത്തിലേക്ക് എത്തുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേക അന്വേഷണ സംഘം മൂടിവെക്കാൻ ശ്രമിച്ച തെളിവുകൾ ഇഡി പുറത്തെടുക്കുമെന്ന ഭീതിയിലാണ് പല പ്രമുഖരും. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തൊടാൻ മടിക്കുന്നവരെല്ലാം ആശങ്കയിലാകും. ഇഡി കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടുകൂടിയാകും അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുക. എന്നാൽ പോറ്റിയിൽ മാത്രം ഇത് അവസാനിക്കില്ല. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ. ചെന്നൈയിലെ സ്ഥാപന ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണക്കട ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ സാമ്പത്തിക രേഖകൾ ഇഡി അരിച്ചു പെറുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമ്മതത്തോടു കൂടിയാണ് ഇഡിയുടെ ഈ വരവ്. ഒരു മോഷണ കേസായി ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കേസിൽ രാഷ്ട്രീയ ഉന്നതർക്കും പങ്കുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാർ, എൻ വാസു, PS പ്രശാന്ത് എന്നിവരിലേക്ക് അന്വേഷണം നീളും. കോടതിയിൽ നിന്ന് രേഖകൾ കൈക്കലാക്കാൻ ഇഡി നടത്തിയ നീക്കത്തെ പ്രത്യേക അന്വേഷണ സംഘം ശക്തമായി എതിർത്തിരുന്നു. എതിർപ്പ് തള്ളി ഡിസംബർ 19-ന് കോടതി രേഖകൾ ഇഡിക്ക് കൈമാറാൻ ഉത്തരവിടുകയും ചെയ്തു. പ്രവാസി വ്യവസായിയും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളും ഇഡി ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. ചെന്നിത്തലയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നതിനൊപ്പം അദ്ദേഹം സൂചിപ്പിച്ച പ്രവാസി വ്യവസായിയുടെ സാമ്പത്തിക ഇടപാടുകളും ഇഡി പരിശോധിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസെടുക്കുന്നതോടെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇഡി നീങ്ങും. കൊച്ചി ഇഡി അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ നിശ്ചയിക്കുകയും ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, KS ബൈജു, D സുധീഷ് കുമാർ എന്നിവരെയും ചോദ്യം ചെയ്യുന്നതോടുകൂടി ബോർഡിനുള്ളിൽ നടന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൾ വെളിച്ചത്ത് വരും. കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ജീവനക്കാരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കൊള്ളയെന്ന തുടക്കം മുതലേ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മുൻ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിന്റെ മുൻ ഭാരവാഹികളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഉന്നതരുടെ പേരുകൾ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിലുണ്ട്. സ്വർണ്ണക്കടത്തിനും അതിലൂടെ ഉണ്ടായ കള്ളപ്പണ ഇടപാടുകൾക്കും വലിയൊരു ഉന്നതതല ശൃംഖല തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഇഡിയുടെ സംശയം. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ തൊടാൻ ഭയന്ന ഈ ഉന്നതരെ ലക്ഷ്യമിട്ടാണ് ഇഡിയുടെ വരവ്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാർ, N വാസു തുടങ്ങിയവരിലേക്ക് ഇഡി അന്വേഷണം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേവലം മോഷണമല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ് ശബരിമലയിൽ നടന്നതെന്ന് ഇഡി കണ്ടെത്തി കഴിഞ്ഞു. അത് പിണറായി സർക്കാരിന് വലിയ പ്രഹരമാകും. ഭക്തിയെയും വിശ്വാസത്തെയും വിറ്റ് കാശാക്കിയ ഈ സ്വർണ്ണക്കടത്ത് മാഫിയ ഇനി ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുമെന്നാണ് വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ദ്വാരപാലക ശില്പക്കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് വിധി പറയുക. കട്ടളപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും നേരത്തെ തള്ളിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിൽ അടക്കം ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുണ്ടെന്നാണ് പത്മകുമാറിന്റെ വാദം. മുൻ ബോർഡ് അംഗം N വിജയകുമാറും കേസിൽ അറസ്റ്റിലായിരുന്നു. അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് നീട്ടും. കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ആർക്കും ഇതുവരെയും ജാമ്യം ലഭിച്ചിട്ടില്ല. പത്മകുമാറിനെതിരെ SIT ഹൈക്കോടതിയിൽ സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിനെ വെട്ടിലാക്കുന്നതാണ് SIT കണ്ടെത്തൽ. പാളികൾ കൊടുത്തുവിടാനുള്ള മിനിറ്റ്സിൽ പത്മകുമാർ തിരുത്തൽ വരുത്തിയത് മനഃപൂർവ്വമാണെന്നാണ് SIT ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ തിരുത്തൽ വരുത്തി. പിച്ചളപ്പാളികൾ എന്നതിന് പകരം ചെമ്പ് എന്ന് എഴുതി. കൂടാതെ അനുവദിക്കുന്നു എന്ന വാക്കും സ്വന്തമായി എഴുതി ചേർത്തു. അതിന് പിന്നാലെയാണ് പാളികൾ പോറ്റി കൊടുത്തുവിടാനുള്ള തീരുമാനം ഉണ്ടായത്.
കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രിയാണ് ആവശ്യപ്പെട്ടതെന്ന പത്മകുമാറിന്റെ വാദവും SIT തള്ളുന്നു. അത്തരം ആവശ്യത്തിന് രേഖയില്ല, തന്ത്രിയുടെ അഭിപ്രായവും തേടിയില്ല, മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടില്ല, അനുമതിയും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തെളിവുകൾ അട്ടിമറിക്കാൻ ഗോവർദ്ധനം പോറ്റിയും അടക്കമുള്ള പ്രതികൾ ബാംഗ്ലൂരിൽ ഒത്തുകൂടി ഗൂഢാലോചന നടത്തിയെന്നും SIT വെളിപ്പെടുത്തുന്നു. ശബരിമല ശ്രീകോവിലിൽ വാതിലിന്റെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാർ ഫയലിൽ എഴുതിയത് കരുതിക്കൂട്ടിയാണ് എന്നും SIT കണ്ടെത്തി. ബോർഡിന്റെ നോട്ടത്തിൽ പിത്തറ എന്ന് എഴുതിയത് വെട്ടിയാണ് ചെമ്പ് പാളികൾ എന്ന് എഴുതിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വാതിൽ പാളികൾ വിടുകയെന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇത്. ടൈപ്പ് ചെയ്തതിലെ തെറ്റ് തിരുത്തിയതായിരുന്നു എന്ന് പത്മകുമാറിന്റെ വാദം തെറ്റാണ് എന്ന് വ്യക്തമാകുന്നു. പത്മകുമാറിന്റെ ജാമ്യ ഹർജി എതിർത്ത് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ. സ്വർണ്ണപ്പാളികൾ കൈമാറുന്നതിന് മുൻപ് ശരിയായ കരാർ ഉണ്ടെന്ന് ഉറപ്പാക്കുകയോ രേഖകൾ പരിശോധിക്കുകയോ ചെയ്തില്ല. മഹസറിൽ തന്ത്രിയും ഒപ്പിട്ടിട്ടുണ്ടെന്ന വാദം തെറ്റാണ്. രജിസ്റ്റർ പോലും ശരിയായി സൂക്ഷിച്ചിട്ടില്ല. വാതിൽ പാളികൾ സ്വർണം പൊതിഞ്ഞതാണെന്ന് അതിന് തെളിവുണ്ടെന്നും SIT വ്യക്തമാക്കി കഴിഞ്ഞു. കാത്തിരുന്ന് കാണാം എന്തായിരിക്കും പുതിയ നീക്കം, എങ്ങനെയായിരിക്കും ED എത്തുക, അന്വേഷണം ആരംഭിക്കുക എന്നുള്ളത്.